ഇ.ഡി. കരുവന്നൂരിൽ പിടിമുറുക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കളത്തിലേക്ക്. കളി കണ്ട് ഗ്യാലറിയിലിരുന്ന് കരയാനാണ് CPMന്റെ വിധി. തട്ടിപ്പിന് ഇരയായവർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി. തന്നെ കൈവിടാത്ത തൃശ്ശൂരുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാണ് CPMനെ വിറപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത എന്തോ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി. കൂടുതൽ CPM നേതാക്കളെ പ്രതി ചേർക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ അതുക്കും മേലെ ഒരു പണി വരുന്നുണ്ട്. ഇ.ഡി. ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെ പേരുകൾ ഉണ്ട്. അനധികൃത വായ്പ അനുവദിക്കാൻ P. രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM നേതാവിൻ്റെ തന്നെ മൊഴിയുണ്ട്. മന്ത്രി രാജീവിനിട്ടാണോ അണിയറയിൽ നീക്കം? ഒരു വിക്കറ്റ് തെറിക്കാറായെന്ന് സൂചനകൾ വരുന്നു. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് കൂടും. ജനങ്ങൾ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് അടുക്കും. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ വിശ്വാസ്യത ജനങ്ങൾക്ക് വരും. CPMുമായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് ജനങ്ങൾ. ആ വിടവിലൂടെ സുരേഷ് ഗോപി കയറുകയാണ്. കരുവന്നൂർ കേസിലാണ് ഇ.ഡി. തകർക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി ആരാണെന്ന് കേരളം അറിയും. ഇത് മനസ്സിലാക്കിയാണ് കരുവന്നൂരിൽ സാക്ഷാൽ യെച്ചൂരി നേരിട്ട് രംഗത്തിറങ്ങുന്നത്. സുരേഷ് ഗോപി അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. CPMനിട്ട് പണിയാൻ കിട്ടുന്ന അവസരം കേന്ദ്രമന്ത്രി പാഴാക്കില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. സുനിൽകുമാറിന് വേണ്ടി പ്രചാരണത്തിന് പോകാതെ നേതാക്കൾ പകുതിയിലേറെയും മാറി നിന്നത് കരുവന്നൂർ പേടിച്ചാണ്. ജനങ്ങൾ കൈകാര്യം ചെയ്യുമോയെന്ന് ഭയം. ആ സമയത്ത് കരുവന്നൂർ പറഞ്ഞ് സുരേഷ് ഗോപി കത്തിക്കയറുകയായിരുന്നു. നിക്ഷേപകരെ കേൾക്കാൻ തയ്യാറാകുകയാണ് സുരേഷ് ഗോപി. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് മുൻപ് സുരേഷ് ഗോപി വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല സുരേഷ് ഗോപിയെന്ന് തൃശ്ശൂരുകാർക്ക് അറിയാം. മുൻപ് തോറ്റപ്പോഴും അദ്ദേഹം തൃശ്ശൂരുകാർക്ക് വേണ്ടി പലതും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയാണ്. ആ അധികാരം കേരളത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കും എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഇ.ഡി. വന്നതോടെ സംരക്ഷണം അസാധ്യമായി. എവിടെ നിന്നെങ്കിലും കുറേ പണം കരുവന്നൂരിൽ എത്തിച്ച് കുറേ പേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമത്തിന് പിന്നിൽ ഭയമാണ് ഉള്ളത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന 3 നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. ഇ.ഡിയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല. നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് 1 മിനിറ്റ് പോലും ആയുസ്സില്ലാത്ത അവസ്ഥയാണ്. ഇ.ഡി. വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടി സമ്മതിച്ചു. സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട്. സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത്. അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും. എന്നാൽ ഇ.ഡി. ഉൾപ്പെടെയുള്ള ഏജൻസികൾ വല വിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുന്നു. അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങി. തൃശ്ശൂർ സംഭവത്തിലൂടെ ഒരു പുതിയ വിവരം ഇ.ഡിക്ക് ലഭിച്ചു. അതായത് CPM അവിഹിതമായി ഉണ്ടാക്കിയ പണം വിവിധ പൊതുമേഖലാ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.